Hi, this is India here. ഒരുപാട് സന്തോഷമുണ്ട്. ഫസ്റ്റ് അനോറ ആർട്ട് സ്റ്റുഡിയോയുടെ ഫസ്റ്റ് കൊച്ചി ഷോയാണ്, വിച്ച് മീൻസ് കേരള ഷോക്കേസിങ് ഈവൻറ്റ്. ആൻഡ് ഞാനും എൻ്റെ ചേച്ചിയും കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ച് കേരളത്തിൽ സ്റ്റേജിൽ ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ടെല്ലിങ് അബൌട്ട് മൈ ബ്രാൻഡ്, അനോറ ആർട്ട് സ്റ്റുഡിയോ ഇസ് എ കംപ്ലീറ്റ് ഫാഷൻ ഹബ് വിച്ച് വി സ്റ്റാർട്ടഡ് ഇൻ ചെന്നൈ. സോ റീസെൻ്റായിട്ട് നമ്മൾ കാലിക്കറ്റ് ഒരു ഓണം കളക്ഷൻ ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഇത് നമ്മുടെ ഡിസൈനർ കളക്ഷൻസിൻ്റെ ഫസ്റ്റ് കൊച്ചി ഷോ ആണ്. ദെൻ ഐ തിങ്ക് ഇന്ന് ഒരുപാട് പ്രഗത്ഭരായ ജഡ്ജസ് ഉണ്ട്. അതുപോലെ മിസ്സസ് കിഡ്സ് അങ്ങനെയുള്ള കുറേ കോമ്പറ്റീഷൻസും നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് പങ്കെടുത്ത എല്ലാ കണ്ടസ്റ്റൻസിനും ഓൾ ദ ബെസ്റ്റ്. ആൻഡ് ഐ തിങ്ക് ദ ബെസ്റ്റ് വൺ വിൻ ടുഡേ. And I congratulate all the team of this event. And ഇതിന് പുറകിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്, കാണാൻ സാധിക്കും നമുക്ക്. ഒരുപാട് പേര് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. So I feel like this will be a great event and hope you are also enjoying the event. Thank you so much. ഇന്ന് ഇവിടെ പ്രസന്റ് ചെയ്ത ഏത് ടൈപ്പ് ഡിസൈൻ ആയിരുന്നു? We are presented a designer collections which is Indo-Western and also like colorful ആയിട്ടുള്ള stone works and bead worksലുള്ള പാർട്ടി വെയർ ആൻഡ് എത്നിക് മിക്സ് ആയിട്ടുള്ള ഒരു കളക്ഷൻസ് ആണ് നമ്മൾ പ്രസന്റ് ചെയ്തത്. സോ ഇനിയും ഒരുപാട് ഷോയിൽ വെറൈറ്റി കളക്ഷൻസ് പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. അപ്കമിങ് പ്രോജക്ട്സ് ഞാനിപ്പോൾ തമിഴിലാണ് ചെയ്തിരിക്കുന്നത്. ഈ വർഷം 2 വെബ് സീരീസ് റിലീസായിട്ടുണ്ടായിരുന്നു. വൺ ഇസ് വിലങ്ക് ആൻഡ് അതർ വൺ ഇസ് കോഫി. പിന്നെ നെക്സ്റ്റ് ഇയർ റിലീസ് ആവാനുള്ളത് തൂക്കുതുരൈ, ദാറ്റ് ഈസ് ഓൾസോ തമിഴ്, യോഗി ബാബു സാറിൻ്റെ കൂടെ അഭിനയിച്ച പടമാണ്. പിന്നെ ഒരു ഹീറോയിൻ ഓറിയൻറ്റഡ് പടം സീരൻ. സോ ഇത്രയും പ്രോജക്ട്സ് നെക്സ്റ്റ് ഇയറിൽ വരാനുണ്ട്. മൾട്ടിലിംഗ്വൽ പ്രോജക്റ്റും കൂടി നെക്സ്റ്റ് ഇയർ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് എ വെബ് സീരീസ്. മലയാളത്തിൽ ഐ തിങ്ക് 2019 ശേഷം, മാമാങ്കത്തിന് ശേഷം ഒന്നും ചെയ്തില്ല. നല്ല സ്ക്രിപ്റ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും.
പ്രോജക്ട്സിനെ കുറിച്ച് പറയാമോ? അപ്കമിങ് പ്രോജക്ട്സ് ഏതൊക്കെയാണ്? ആരെക്കുറിച്ച്? അപ്കമിങ് പ്രോജക്ട്സ് ഏതൊക്കെയാണ് നല്ല? അപ്കമിങ് പ്രോജക്ട്സോ? സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഒരു പ്രോജക്റ്റിൽ നിന്ന് ഞാൻ വെളിയിൽ വന്നത്. ഞാൻ ബാക്ക് ടു ബാക്ക് സണ്ണിനും വിജയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് എൻ്റെ ഒരു സീരിയൽ തീർന്നത്. സോ ഇനി അടുത്തും വീണ്ടും ഒരു പ്രൊഡക്ഷൻ ഉണ്ട്, പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആവുന്നു. അതുവരെ എന്തെങ്കിലും ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ഒക്കെ ചെയ്താലായി. ഇപ്പോൾ മൂവീസിൻ്റെ കഥ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ടൈം ഉണ്ടല്ലോ. ഇപ്പോൾ എനിക്ക് സീരിയൽസിൽ നിന്ന് എനിക്ക് വിട്ടു നിൽക്കുമ്പോഴേ മൂവീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കൂടുതലുള്ളത് സീരിയൽസിലേക്കാണ്. മലയാളം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ കുറച്ച് കൂടുതൽ പിള്ളേരൊക്കെ വന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു തമിഴിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടി അങ്ങോട്ട് പോകേണ്ടി വന്നു. അവിടെ കുറേ ആൾക്കാരൊക്കെ ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. സോ രണ്ട് കംഫർട്ടബിൾ ഉണ്ട്, രണ്ട് ലാംഗ്വേജ് കംഫർട്ടബിൾ ആണ്. സോ ഇപ്പോൾ ഹോളിഡേയിലാണ്. അല്ല, എന്തുകൊണ്ടാണ് സിനിമ നോക്കാൻ? സീരിയൽ എല്ലാവരും പറഞ്ഞ ഒരു സിനിമയാണ് ഇച്ചിരിയുടെ സീരിയൽ തന്നെ നിൽക്കാൻ കാരണം എന്താണ്? ഒരിക്കലുമില്ല. അങ്ങനെ സീരിയലിൽ തന്നെ നിൽക്കുന്നു അങ്ങനെയില്ല. ബെറ്റർ നല്ല ഓപ്പർച്യൂണിറ്റീസ് വരണം. നല്ല ഓപ്പർച്യൂണിറ്റീസ് ആകുമ്പോൾ ഭയങ്കര സംഭവം വരണമെന്നൊന്നുമല്ല പറയുന്നത്. ലൈക്ക് ബെറ്റർ ഗുഡ് ഓപ്പർച്യൂണിറ്റീസ് ഇരിക്കണം. മലയാളികൾക്ക് കുറേ ആൾക്കാർക്ക് അറിയാം ലൈക്ക് ഇനിയൊക്കെ സിസ്റ്റർ ഉണ്ട് എന്ന്. ബട്ട് ആരും വിളിച്ച് ലൈക്ക് നിങ്ങളൊന്ന് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടോ, നിങ്ങൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആരും വിളിച്ചൊന്നും ചോദിക്കുന്നില്ല. ബേസിക്കലി അതാണ് കാരണം. അല്ലാതെ ഞാനായിട്ട് പോയി എവിടെ മാറി നിൽക്കുന്നൊന്നും അല്ല. തമിഴിലാണ് കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുണ്ടോ? ഓപ്പർച്യൂണിറ്റീസ് അവർ നമ്മൾ മലയാളികളായോണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അവിടെ ഇഷ്ടംപോലെ മലയാളികളും വരുന്നുണ്ട്. നമ്മൾ തന്നെ മലയാളികളുണ്ട്. പക്ഷെ തമിഴും ഇഷ്ടംപോലെ ടാലന്റഡ് ആക്ടേഴ്സ് ഉണ്ട്. അവിടെയും കോമ്പറ്റീഷൻ ഉണ്ട്. ബട്ട് എന്തോ അവിടെയുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഒന്ന് വന്ന് ഈ ക്യാരക്ടർ ട്രൈ ചെയ്യുന്നുണ്ടോ, നോക്കുന്നുണ്ടോ എന്നുള്ളത്. സോ ഞാൻ നെഗറ്റീവ് ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്നും ഇപ്പോൾ ഹീറോയിൻ ചെയ്തു, ഇപ്പോൾ ഗസ്റ്റ് ഒരുപാട് ചെയ്തു. പിന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസസ് നിറയെ കൊടുക്കാൻ എനിക്ക് പറ്റി. കാരണം അവരത് ചെയ്യുന്നുണ്ടോ, ജസ്റ്റ് ട്രൈ ചെയ്യുന്നുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കാനുള്ളൊരു മനസ്സ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അവിടെ ആയിപ്പോയതാണ്. അല്ലാതെ ഞാനായിട്ട് മലയാളത്തിനെ തൊക്കി കളഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. മലയാളത്തിൽ ഒരുപാട് പേര് വന്നു പോകുന്നുണ്ട്, പക്ഷേ പെർമനൻ്റ് എന്ന് പറയാനായിട്ട് ആരും ഇല്ല. അതല്ലെങ്കിൽ ആക്ടേഴ്സ് നല്ലതല്ലേ. പക്ഷേ തമിഴിൽ അങ്ങനെയല്ലല്ലോ. ഒരു ഇതായി കെട്ട് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ആ വഴി തന്നെ അല്ലെങ്കിൽ നല്ലൊരു പിന്നീട് ചെറിയ റോൾ ആണെങ്കിൽ പോലും പിന്നീട് വിളിക്കും. മലയാളത്തിൽ അങ്ങനെ വിളിക്കും. കറക്റ്റ് ദാറ്റ് പോയിന്റ് ഈസ് കറക്റ്റ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒന്ന് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർ തിരിച്ച് ഉടനെ ഓർത്ത് വിളിക്കും. നിങ്ങൾ നമ്മുടെ ഓയിൽ ഇങ്ങനെ ഒരു വന്നിട്ടുണ്ട്, പക്ഷെ മുന്നേ ചെയ്ത പോലെ അല്ല, ഇങ്ങനെ ചെയ്യുന്നുണ്ടോ, ആഗ്രഹമുണ്ടോ, അത് എന്തായിരുന്നാലും വിളിച്ച് ചോദിക്കുന്നുണ്ട്. ആ ഒരു ഫാക്ടർ മലയാളീസിൻ്റെ കയ്യിൽ കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനിങ്ങനെ ആയിപ്പോയി. അവസാനം അവിടെ തന്നെ സെറ്റിൽ ആവുമല്ലേ? അറിയില്ല കേട്ടോ. എന്നാലും ഞങ്ങളുടെ സ്വന്തം വീട് അറിയാലോ, ട്രിവാൻഡ്രത്താണ്. ഞാൻ സിസ്റ്ററും ട്രിവാൻഡ്രത്താണ്. ഞങ്ങൾ കൊച്ചിയിൽ ഇതുപോലെ ഷോസ് പിന്നെ അവള് മൂവീസിനൊക്കെ കൂടുതൽ ഇവിടെ വരാറ്. ബാക്കി അല്ലാത്തപ്പോൾ ചെന്നൈ, ട്രിവാൻഡ്രം, ചെന്നൈ, ഇതാണ് നമ്മുടെ പോക്കുവരവ്. ചേച്ചിയോട് ചോദിച്ചാറുണ്ടോ അപ്പോൾ മലയാളത്തിൽ എനിക്ക് അവസരങ്ങളെ കുറിച്ച് ഒന്ന് റെക്കമെൻഡ് ചെയ്തോ ചോദിക്കാറുണ്ട്? അവസരങ്ങൾ ഇല്ലാത്തത് കൊണ്ടും കിട്ടാത്തത് കൊണ്ടും മാത്രമാണ് മലയാളത്തിലില്ലാതെ. അല്ലാതെ ഞാനായിട്ട് അഹങ്കരിച്ച് എവിടെയും പോയിട്ടില്ല. നല്ല കാര്യങ്ങൾ ആൾക്കാർ വന്ന് ചോദിക്കുകയാണ്. നല്ല ഇൻട്രസ്റ്റ് ഉണ്ടോ, ഇതുപോലുള്ള ഒരു ക്യാരക്ടർ ട്രൈ ചെയ്യാനുണ്ടോ, ലൈക്ക് നല്ലൊരു സബ്ജക്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു വരികയാണെങ്കിൽ പിന്നെ നമ്മളത് കേൾക്കാതെ വിടുവോ? തമിഴിൽ ഇപ്പം കഴിഞ്ഞ വേളയിൽ ഇറങ്ങിയതേ ഉള്ളൂ. ഞാൻ സൺ ടി വിക്ക് വേണ്ടിയിട്ട് മൂവീസ് ഞാൻ കേൾക്കുന്നുണ്ട്. ഒന്നും ആയിട്ടില്ല. പുതിയല്ലേ, കുറച്ച് ഹോളിഡേ മോഡിലാണ്. തീർച്ചയായും വലിയ വലിയ റോളുകൾ കാണാൻ സാധിക്കട്ടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ കൈൻഡ്.